ലക്ഷ്മി ചേച്ചിയുടെയും ദിയത്താത്തിന്റെയും എസ്തർ ചേച്ചിയുടെ ഒന്നും വ്ളോഗിൽ എന്താ എന്നെ ഇപ്പൊ കാണാത്തതെന്ന് കുറെ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ കാണാൻ എനിക്ക് ഈ നോമ്പ് സമയത്തൊക്കെ വീട് വിട്ടിട്ട് ഇങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാട്ടോ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തണം. ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ലീവിന്റെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ചോദിപ്പിക്കും. ലാസ്റ്റ് എനിക്ക് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് ലീവ് കിട്ടി. അങ്ങനെ ഞാൻ നേരെ പോയത് ചിക്പേട്ടയിലാണ്. കോഴിക്കോട് SM സ്ട്രീറ്റ് പോലാണ് ഇവിടുത്തെ ചിക്പേട്ട. ഒരു ഉദാഹരണം പറഞ്ഞതാട്ടോ. അതായത് നല്ല റേറ്റ് കുറവിന് ഡ്രസ്സൊക്കെ കിട്ടും. പക്ഷെ ഞാൻ വന്ന സമയം അങ്ങോട്ട് റെഡി ആയിട്ടില്ല. കാരണം ഒരു സൺഡേ രാവിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സാധനങ്ങളൊക്കെ കിട്ടും. ഞാനൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് പോയത്, അതുകൊണ്ട് അത്ര വലിയ ഇതൊന്നും കിട്ടിയില്ല. നേരെ ഒന്നും നോക്കിയില്ല, ഊബർ വിളിച്ചിട്ട് വേഗം ബസ് ബുക്ക് ചെയ്തിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ പോവാട്ടോ. അപ്പൊ പോണ വഴിക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കയറുന്ന എന്റെ ഹോട്ടലിൽ കയറി. അതായത് നമ്മൾ എപ്പോഴും കയറുന്ന ഹോട്ടൽ പറയുമ്പോ എന്റെ ഹോട്ടലാവുമല്ലോ. അങ്ങനെ അവിടെ കയറിയിട്ട് എന്താ ഓർഡർ ചെയ്യാന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് വിശക്കണുണ്ട് കേട്ടോ. അപ്പൊ തണുത്തൊരു ജ്യൂസ് ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പൊ ജ്യൂസ് തിന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഐറ്റം തിന്നാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ലൈം ഓർഡർ ചെയ്തു. പൊന്നു, ആ ലൈം അങ്ങോട്ട് ഇറങ്ങുമ്പോ എന്തോ ഒരു സുഖം എന്നറിയോ. അങ്ങനെ അതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞപ്പോ ഇതിന് മെയിൻ ആയിട്ടുള്ള ഷവർമ. ആക്രാന്തം കൊണ്ടാണോന്ന് അറിയില്ല, അത് പൊളിച്ചിട്ടാണെങ്കിലും അതങ്ങോട്ട് തീരുന്നില്ല. എന്നിട്ട് ഒരൊറ്റ ബൈറ്റ് അങ്ങോട്ട് എടുത്തപ്പോത്തിന് വയറ് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാനൊരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റിലാണ് ഷവർമ തിന്നത്. അതായത് കുറച്ച് മയോണൈസ്, കുറച്ച് സോസ്, അത് ഒഴിച്ചിട്ട് ഒരു ബൈറ്റ് ഒന്നുകൂടി എടുക്കും, രണ്ടാമത് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. ഷവർമ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം. അപ്പൊ അതൊക്കെ കഴിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ഓടി നേരെ ബസ് കയറി. ഇനി ബാക്കി വീട്ടിലെത്തിയിട്ട്